ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മൾക്ക് പെട്ടെന്ന് തൈര് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അരമണിക്കൂറിൽ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തൈര് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മൾ തൈര് ഉറൊഴിക്കാൻ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാൻ മറന്നു പോകാറുണ്ട്. അങ്ങനത്തെയൊക്കെ സമയങ്ങളിൽ ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. ഇതെടുക്കുന്നത് കാണുമ്പോഴേ അറിയാം നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തൈര് ഉണ്ടാക്കുമ്പം ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫാറ്റ് കൂടുതലുള്ള മിൽക്ക് എടുക്കുമ്പോഴാണ് തൈര് നല്ലപോലെ കട്ടിയായിട്ട് വരിക. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. ചൂടൊന്ന് കുറച്ച് ആറിയതിന് ശേഷം വേണം നമുക്ക് തൈര് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. ഇപ്പം കുറച്ച് ചൂട് ആറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് ആറിപ്പോകരുത്. ചെറിയ ചൂടിൽ വേണം നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് തൈര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിച്ചിട്ടുള്ളത് കുറച്ച് കട്ട തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കാച്ചി വെച്ച ചെറിയ ചൂടുള്ള പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈരൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിക്കുക. ഇനി ഒരു കാസറോളാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ കാസറോൾ അടയ്ക്കുമ്പോഴും ഈ പാത്രം അതിനകത്ത് കൊള്ളണം. അങ്ങനത്തെ ഒരു പാത്രം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഉറൊഴിച്ച് വെച്ച പാല് ഇതിനകത്തേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് കൊള്ളുന്ന രീതിയിലുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി ഈ പാത്രം ഒന്ന് സൈഡിലോട്ട് നീക്കി കൊടുത്തിട്ട് തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പാത്രം അതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഞാനിവിടെ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ തിളച്ച വെള്ളം ഉറൊഴിക്കുന്ന പാത്രത്തിനകത്തോട്ട് കയറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. അതായത് ഉറൊഴിച്ച പാത്രവും അടച്ചു വയ്ക്കുക, അതിൻ്റെ ഒപ്പം തന്നെ കാസറോളും കൂടെ അടച്ചു വയ്ക്കുക. ഇനി അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മളിത് തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി വെക്കാം തൈരായിട്ടുണ്ടോ എന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ ക്ലൈമറ്റ് അനുസരിച്ച് ചിലപ്പം കുറച്ച് നേരം കൂടെ വേണ്ടി വരും. ഞാൻ ഈ കാസറോളൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പാത്രം കൂടെ ഒന്ന് തുറന്നു നോക്കാം തൈരായിട്ടുണ്ടോ എന്നുള്ളത്. ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും നല്ല കട്ട തൈരാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് തൈര് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്